തങ്ങൾ ആരെയാണോ വെറുത്തത്, ആരെയാണോ ടീമിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞത്, അവൻ തന്നെ കാനറിക്കുപ്പായത്തിൻ്റെ കടിഞ്ഞാൻ കയ്യിലെടുത്തിരിക്കുന്നു. അമേരിക്കൻ മണ്ണിൽ വലിയ പ്രയാണത്തിലേക്കുള്ള 2 അടികൾ പൂർത്തിയാക്കുമ്പോൾ ബ്രസീലിന് ഒരൊറ്റ ഹീറോ മാത്രമേ ഉള്ളൂ. വംശീയതയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഹെയ്റ്റേഴ്സിൻ്റെ വായടപ്പിച്ച് നിറഞ്ഞാടുന്ന വിനീഷ്യസ് ജോസ് ഒലിവേര ജൂനിയർ. സ്വന്തം നാട്ടുകാരാൽ പോലും തള്ളിപ്പറയപ്പെട്ടവൻ ഇന്നൊരു ജനതയുടെ ലോകകപ്പ് സ്വപ്നങ്ങളും തോളിലേറ്റി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മൊറോക്കോക്കെതിരെ നിലയില്ലാത്ത കാനറികൾ നിന്ന നേരങ്ങൾ ഓർമ്മയില്ലേ? അതിനിടയിൽ ഒരേ ഒരു മിനിറ്റിലാണ് ബ്രസീലുകാർ ഒന്ന് ആശ്വസിച്ചത്. മൈതാനത്തിൻ്റെ ഇടതുവെങ്കിൽ നിന്നും കാലിൽ കോർത്ത പന്തുമായി വിനീഷ്യസ് ഓടിക്കേറിയ ആ നിമിഷത്തിൽ ഒരു 1-2 പാസിലൂടെ ബ്രൂണോ ഗ്യുമരായസിനെ കൂട്ടുപിടിച്ച് മൊറോക്കൻ കോട്ടയിലേക്ക് അവൻ ഇരച്ചു കയറി. ഒരു കോട്ടയിൽ ഒറ്റയ്ക്ക് പകരം ചോദിക്കാൻ ചെന്ന പടയാളിയെപ്പോലെ. 2ാം മത്സരത്തിൽ കാനറികൾ താളം വീണ്ടെടുത്തപ്പോഴും ഹൃദയം വിനീഷ്യസ് തന്നെയായിരുന്നു. വിനീഷ്യസിൻ്റെ ഷോട്ടിൽ തട്ടിത്തെറിച്ച പന്താണ് കുന്യ ആദ്യം വലയിലേക്കിട്ടത്. പിന്നാലെ മത്തേവൂസ് കുന്യയുടെ 2ാമത്തെ വെടിക്കെട്ട് ഗോളിന് ചരട് വലിച്ചതും വിനീഷ്യസ് തന്നെ. 3ാമത് അയാളുടെ അവസരമായിരുന്നു. പക്കറ്റ നീട്ടി നൽകിയ പന്തിനെ കാലിൽ ഓമനിച്ചോടി പൂ പറിക്കും പോലെ ഹെയ്ത്തി വലയിലേക്ക്. പക്കറ്റയും കുഞ്ഞയും വിനിയും ചേർന്നുള്ള കോമ്പിനേഷൻ ബ്രസീലിയൻ ആരാധകർക്ക് സമ്മാനിച്ചത് ആനന്ദ നിമിഷങ്ങൾ. വിനിയെ ഏറ്റവും അപകടകാരിയാക്കുന്നത് അവൻ്റെ അസാധ്യമായ വേഗതയാണ്. 0-ൽ നിന്നും 100-ലേക്ക് സെക്കൻഡുകൾ കൊണ്ട് കുതിച്ചുയരാൻ ആ കാലുകൾക്കാകും. മൈതാനത്തിൻ്റെ ഇടതുവശത്ത് ഒതുങ്ങി നിന്ന് പെട്ടെന്ന് ബോക്സിനുള്ളിലേക്ക് വെട്ടി ക്രോസ് ചെയ്യുന്ന ശൈലിയാണ് വിനിയുടേത്. ഏത് ലോകോത്തര ഡിഫൻഡറെയും വട്ടം കറക്കുന്ന സ്റ്റെപ്പ് ഓവറുകളും ബോഡി ഫീൻഡുകളും ആയുധങ്ങളായി കൂടെയുണ്ട്. പക്ഷേ ഈ ലോകകപ്പിന് തൊട്ട് മുമ്പ് വരെ ബ്രസീലുകാർക്ക് വിനി ആരായിരുന്നു? പലർക്കും അവൻ വെറുക്കപ്പെട്ടവനായിരുന്നു. റയലിൻ്റെ വെള്ളക്കുപ്പായത്തിൽ വെട്ടിത്തിളങ്ങുമ്പോഴും ബ്രസീലിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ ഒന്നുമാകാത്തവൻ. നെയ്മറിനോടോ മുൻഗാമികളോടോ ബ്രസീൽ ജനത കാണിച്ച ആ വൈകാരിക അടുപ്പം വിനിക്ക് അവരൊരിക്കലും കൊടുത്തിട്ടില്ല. ഫ്ലെമംഗോയിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ യൂറോപ്പിലേക്ക് വണ്ടി കയറിയ വിനീഷ്യസ് അവർക്ക് അന്യനായിരുന്നു. ഇതിനോടൊപ്പം മൈതാനത്ത് കാണിക്കുന്ന അഗ്രസീവ് സ്വഭാവവും അമിതാഘോഷവും ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തി. പക്ഷേ ഇപ്പോഴോ നിറത്തെ നോക്കി കൂവി വിളിച്ചവർ, നൃത്തത്തെ നോക്കി പരിഹസിച്ചവർ, കണ്ണീരിൽ സന്തോഷിച്ചവർ, എല്ലാവർക്കും മുന്നിൽ അയാൾ ഞെളിഞ്ഞു നിൽക്കുന്നു. അയാൾക്ക് നേരെ എറിഞ്ഞ കല്ലുകൾ കൂട്ടിവെച്ച അയാളൊരു സാമ്രാജ്യം തന്നെ പണിതുയർത്തിയിരിക്കുന്നു. 2017 അണ്ടർ 17 സൗത്ത് അമേരിക്കൻ ടൂർണമെൻറ്റിൽ 7 ഗോളുകളോടെ ടോപ്പ് സ്കോറർ, കൂടെ ടൂർണമെൻറ്റിലെ മികച്ച താരവും. വിനിയുടെ കരിയറിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തുന്നത് ഈ ടൂർണമെൻറ്റാണ്. അതോടെ യൂറോപ്യൻ വമ്പന്മാരുടെ ബൈനോക്കുലർ കണ്ണുകൾ വിനിയിലുടക്കി. ബാഴ്സലോണയെ വെട്ടിച്ച് ഫ്ലോറന്റീനോ പെരസ് അവനെ വൈകാതെ സാന്റിയാഗോ ബെർണബ്യൂവിലെത്തിച്ചു. സിദാന്റെ കാലത്ത് ബെഞ്ചിലിരുന്ന വിനിയെ ലോകോത്തര താരമാക്കി മാറ്റിയതിന് പിന്നിൽ അന്നത്തെ റയൽ കോച്ച് കാർലോ അഞ്ചലോട്ടിയുടെ കൂർമ്മ ബുദ്ധിയുണ്ടായിരുന്നു. തൻ്റെ ഫിനിഷിങ്ങും 1-to-1 കോമ്പിനേഷനുകളും മെച്ചപ്പെടുത്തിയവൻ റയലിൻ്റെ ജീവനാഡിയായി മാറി. കാർലോ അഞ്ചലോട്ടി ബ്രസീൽ കോച്ചാകണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചവരിൽ ഒരാളും വിനീഷ്യസ് തന്നെയായിരുന്നു. തൻ്റെ കരിയറിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ ഗുരു ബ്രസീലിയൻ ടീമിലേക്ക് വരുന്നത് കാനറി ഫുട്ബോളിൻ്റെ സുവർണകാലം തിരികെ കൊണ്ടുവരുമെന്ന് വിനി ഉറച്ചു വിശ്വസിച്ചു. തൻ്റെ കോച്ചിനായി വിനി ബ്രസീലിയൻ കുപ്പായത്തിൽ ഇപ്പോൾ ദക്ഷിണ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. വിനീഷ്യസിൻ്റെ ജീവിതവും കളിജീവിതവും ഒരുപോലെ കലങ്ങി മറിഞ്ഞതാണ്. സ്പെയിനിലെ കളിമുറ്റങ്ങളിൽ വിനീഷ്യസ് നേരിട്ട വംശീയ അധിക്ഷേപങ്ങൾ സമാനതകൾ ഇല്ലാത്തതാണ്. ഗാലറിയിൽ നിന്നും കുരങ്ങനെന്ന് അധിക്ഷേപിച്ചപ്പോൾ അവൻ ഭയന്ന് പിന്മാറിയില്ല. പകരം ഗാലറിയിലേക്ക് വിരൽ ചൂണ്ടി ഉറക്കെ പ്രതികരിച്ചു. വംശീയത ചൊല്ലിയ ചുണ്ടുകൾക്ക് മുന്നിൽ സാമ്പ നൃത്തം ചവിട്ടി. ചിലപ്പോൾ വെറുമൊരു മനുഷ്യനായി ക്യാമറകൾക്ക് മുന്നിൽ കണ്ണീർ വാർത്തു. പക്ഷേ വംശീയതയോട് 1 ഇഞ്ചും സന്ധി ചെയ്യില്ലെന്ന് അയാൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ആ പോരാട്ടത്തിൻ്റെ വീര്യം കണ്ടാണ് റിയോ ഡി ജനീറോയിൽ വംശീയതയ്ക്കെതിരെ വിനീഷ്യസ് ലോ എന്ന പേരിൽ ഒരു പുതിയ നിയമം തന്നെ നിർമ്മിച്ചത്. ഫിഫ തങ്ങളുടെ ആൻറ്റി റേസിസം കമ്മിറ്റിയുടെ തലവനായും പ്രഖ്യാപിച്ചത് വിനീഷ്യസിനെയാണ്. 2024 റയലിനെ ലാലീഗയിലും ചാമ്പ്യൻസ് ലീഗിലും കിരീടത്തിലേക്ക് നയിച്ചപ്പോൾ ബാലൻഡിയോർ തിളക്കം ഇടവേളയ്ക്ക് ശേഷം ഒരു ബ്രസീലുകാരൻ സ്വന്തമാക്കുമെന്ന് കരുതപ്പെട്ടതാണ്. പക്ഷേ ഒടുക്കം പുരസ്കാരം റോഡ്രിക്ക് നൽകിയപ്പോൾ അത് വിനീഷ്യസിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. വിനി ഒന്നാമനല്ലാത്ത പാരീസിലെ ആ പുരസ്കാര രാത്രിയിലേക്ക് ഞങ്ങൾ ആരുമില്ലെന്ന് പ്രഖ്യാപിച്ച് റയൽ ടീമും ഒന്നടങ്കം അതിനൊപ്പം നിന്നു. പിന്നാലെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ എത്തിഹാദിലേക്ക് വന്നപ്പോൾ റോഡ്രിയുടെ ബാലൻഡിയോർ ചിത്രത്തിനൊപ്പം പൊട്ടിക്കരയുന്നത് നിർത്തൂ എന്ന ബാനറാണ് വിനീഷ്യസിന് നേരെ സിറ്റി ആരാധകർ ഉയർത്തിയത്. പക്ഷേ അവർക്ക് മുന്നിൽ ആനന്ദ നൃത്തം ചവിട്ടിയ വിനീഷ്യസിനെ എങ്ങനെ മറക്കാൻ? ഈ ലോകകപ്പിൽ ബ്രസീൽ ആകെ നേടിയത് 4 ഗോളുകളാണ്. ആ 4 ഗോളുകളിലും വിനീഷ്യസ് ജൂനിയർ എന്ന മനുഷ്യൻ്റെ ചോരയും നീരുമുണ്ട്. അവൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള കയ്യൊപ്പുമുണ്ട്.
രക്ഷകരാരുമില്ലാത്ത കടിഞ്ഞാൺ പൊട്ടിയ കപ്പൽ പോലെ ഉലയുന്ന ബ്രസീലിൻ്റെ ഈ ലോകകപ്പ് സ്വപ്നങ്ങളെല്ലാം ചലിക്കുന്നത് ഇപ്പോൾ ഈ കാലുകളിലാണ്.